നമുക്ക് വ്യാഴാഴ്ച ഒരു റൂട്ട പ്രാർത്ഥന വെച്ചാലോ മഗ്‌രിബിക്കേഷൻ കുണ്ടടിയിൽ മഴ മഴ പറ്റില്ലല്ലോ. ഒന്നുമില്ല, നമ്മള് ഒരു മങ്കൂസ് മൗലിദ് ഓതിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടാണ് ദുആർക്ക് തന്നെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വളരെ സങ്കടകരമായ വലിയ പ്രയാസം വിശ്വാസികൾക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ, ഒരു മുസ്ലിയാരുടെ സംസാരം കേട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. നമുക്ക് വ്യാഴാഴ്ച ഒരു റൂട്ട പ്രാർത്ഥന വെച്ചാലോ മഗ്‌രിബിക്കേഷൻ കുണ്ടടിയിൽ മഴ പറ്റില്ലല്ലോ. ഒന്നുമില്ല, നമ്മള് ഒരു മങ്കൂസ് മൗലിദ് ഓതിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടാണ് ദുആർക്ക് തന്നെ. അതിന്റെ ഗുണം വളരെ കൃത്യമായി കണ്ടു ഉസ്താദ് പറയുന്നു. ഇവിടെ ഈ മുസ്ലിയാരുടെ സംസാരത്തിന്റെ ഒരു സാഹചര്യം, ഒരു മഹല്ലിലുള്ള ആളുകൾ മുസ്ലിയാരെ വിളിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, ഇവിടെ മഴയില്ല ഉസ്താദെ, വലിയ പ്രശ്നമാണ്, അപ്പോൾ നമുക്കൊന്ന് കൂട്ടമായി പ്രാർത്ഥിക്കാം. അത് സ്വീകരിച്ച് പ്രാർത്ഥന നടത്തുകയാണ്. പ്രാർത്ഥനയ്ക്കായി അവർ എടുത്തത് മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന സമൂഹത്തിൽ പ്രചാരം നേടിയിട്ടുള്ള ഒരു മനുഷ്യനിർമ്മിത ആശയം, ആ ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസത്തോട് തീർത്തും എതിരായി നിൽക്കുന്ന വരികളാണ് ആ പുസ്തകത്തിൽ ഉള്ളത്. അത് വായിച്ച് ഏകദേശം, അല്ലെങ്കിൽ അത് പാടി പ്രാർത്ഥിച്ച് ഒരു 3/4 സമയമായപ്പോഴേക്ക് മഴ പെയ്തു എന്നാണ് മുസ്ലിയാർ ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെപ്പറ്റി പേടിയുണ്ടെങ്കിൽ ഇത് ഗൗരവത്തിൽ കണ്ടേ മതിയാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമായ ഒരു സംഗതി അത് ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് റഹ്മത്താകുന്ന മഴ കിട്ടി എന്ന് അവകാശപ്പെടുമ്പോൾ എന്താ സഹോദരങ്ങളെ അതിൻ്റെ അവസ്ഥ? ഇപ്പോൾ ഇത് ചൊല്ലാത്ത സ്ഥലത്ത് മഴ കിട്ടുന്നുണ്ട്, അത് അല്ലാഹു കണക്കാക്കിയ സമയത്ത് നമുക്ക് ലഭിക്കും. മഴ കിട്ടാൻ പ്രയാസമുണ്ടായാൽ പ്രാർത്ഥിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ നൽകുനാഥ, സമൃദ്ധമായ മഴ നൽകു. എത്ര പ്രാർത്ഥനകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അഅറാബി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, മഴയില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്, എല്ലാം ചത്തൊടുങ്ങുകയാണ്, ഭൂമിയെല്ലാം വരണ്ടു പോയിട്ടുണ്ട്. ആ അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട കാര്യം എന്താ അറിയോ? പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. ഞങ്ങൾക്ക് വേണ്ടി ഫദ്ഉല്ലാഹ ലനാ അൻ യസ്ഖിയനാ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. ആ അഅറാബിയുടെ അന്തം പോലും ആർക്കില്ല? മഴയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ എന്നൊരാൾ പറഞ്ഞപ്പോൾ മറുപടി കൊടുത്ത മുസ്ലിയാർക്കില്ല എന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ്, എത്രയോ കളവ് പറഞ്ഞുകൊണ്ടാണ് മങ്കൂസ് മൗലിദ് ആരംഭിക്കുന്നത്. അതെങ്ങനെ കൂട്ടരെ ഇസ്ലാമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുക? അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ആവലാതി പറയുന്ന, സങ്കടം പറയുന്ന വരികളാണ് അതിലുള്ളത്. അതെങ്ങനെ ഇസ്ലാമായി നമുക്ക് പരിഗണിക്കാനാവുക? അപ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് ഈ വിഷയകമായി പഠിപ്പിക്കപ്പെട്ട കാര്യം. മറ്റൊന്ന് നിസ്കരിക്കുക എന്നതാണ്. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ സക്കാത്ത് കൃത്യമായി കൊടുക്കുക, തോന്നിവാസങ്ങൾ, തെറ്റുകൾ ചെയ്യാതിരിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കേണ്ടതിന് പകരം ജനങ്ങളെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിച്ച്, ഷിർക്കിൻ്റെ വരികൾ പാടിപ്പിച്ച്, കള്ളക്കഥകൾ അവരെ കേൾപ്പിച്ച് മഴ കിട്ടി എന്ന് അഭിമാനം കൊള്ളുന്ന മുസ്ലിയാക്കന്മാർ നമ്മുടെ നാടുകളിൽ ഉള്ള ഒരു കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ സ്വഹാബ വനിതകൾ കരഞ്ഞു വന്ന രംഗമുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, മഴയില്ലാതെ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ്, പ്രയാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അള്ളാഹുവെ ഞങ്ങൾക്ക് സമൃദ്ധമായ മഴത, ആശ്വാസകരമായ മഴത, നാഫിയായ ഗുണകരമായ മഴത, പ്രയാസമില്ലാത്ത മഴത, ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇനിയോ സ്വഹാബത്തിന് വരൾച്ച ഉണ്ടായില്ലേ? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വരൾച്ച ശക്തമായി ഉണ്ടായല്ലോ.
എന്താ സ്വഹാബത്തൊക്കെ ചെയ്തത്? പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അസ്വാബത്തിന്നാസ് സനത്തുൻ അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അവർക്ക് വരൾച്ചയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് സ്വഹാബത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ ചെയ്ത കാര്യം, ഇമാം ഖുർത്തുബി റഹിമഹുല്ലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യം എന്താണെന്ന് പറയുന്നുണ്ട്. മുസല്ലയിലേക്ക് പുറപ്പെട്ടു, വിനയാനിതനായി പുറപ്പെട്ടു, അവിടെ പോയി വളരെ വിനയാനിതനായി പേടിയോടെ പ്രാർത്ഥിച്ചു, തൗബ ചെയ്തു, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പരിഹാരമാണ്. അല്ലാതെ മങ്കൂസ് ഈ കറുത്ത വരികൾ ഇങ്ങനെ ഓതുക, ഈ കള്ളക്കഥകൾ ഇങ്ങനെ വായിക്കുക, ഈ ഷിർക്കിൻ്റെ വരികൾ ഇങ്ങനെ പാടുക, അതല്ല കൂട്ടരെ. അത് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അതിന് ലക്ഷ്യം തന്നെ തെറ്റാണ്. കാരണം അള്ളാഹുവിൽ നിന്ന് ഹാസിലായി നിറവേറി കിട്ടേണ്ട കാര്യങ്ങൾ ഈ കറുത്ത വരികൾ പാടിയാലും പറഞ്ഞാലും കിട്ടും എന്ന ലക്ഷ്യത്തിൽ എഴുതപ്പെട്ടതാണ്. അതൊരിക്കലും ഇസ്ലാമിൻ്റെതല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചതികളിൽ നമ്മൾ കുടുങ്ങരുത്. പിന്നെ ആളുകൾക്ക് സംശയം ഉണ്ടാകുക, മങ്കൂസ് ഓതിയപ്പോൾ മഴ പെയ്തില്ലേന്നാണ്. സഹോദരങ്ങളെ, ഒരു നിഷിദ്ധമായ വഴിയിലൂടെ ഒരു കാര്യം സാധിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതും നടക്കുന്നുണ്ടല്ലോ. പലിശ വാങ്ങുന്ന ആളുകൾ, അവർക്ക് അവരെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കള്ളു കുടിക്കുന്നവർക്ക് അവരെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വ്യഭിചരിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മോഷ്ടിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആയുധം ഉപയോഗിച്ച് അക്രമം ചെയ്യുന്ന ആളുകൾക്കും ദുന്യാവിൽ അവരെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതൊക്കെ ശരിയാണെന്നാ, അതൊക്കെ അനുവദനീയമാണെന്നാണോ? അങ്ങനെയല്ലല്ലോ. നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ലാഭം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അനുവദിക്കപ്പെട്ടതായി ആർക്കും ചെയ്യാം എന്നല്ല. അപ്പം ആ നിലക്ക് നമ്മൾ ചിന്തിക്കരുത്. അള്ള കണക്കാക്കിയ നേരത്ത് സമൃദ്ധമായ മഴ, റഹ്മത്താകുന്ന മഴ നമുക്ക് ലഭിക്കും. ഈമാനുള്ളവരായി, തഖ്വയുള്ളവരായി, ഇസ്തിഗ്ഫാർ നടത്തുന്നവരായി, തൗബ ചെയ്യുന്നവരായി നമ്മൾ മാറിയാൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കും. ഒരിക്കലും ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിത ചതികളിൽ, വഞ്ചനകളിൽ നമ്മൾ അകപ്പെടരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.